കൂടുതൽ വാർത്തകൾക്കായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ വാർത്തകൾ പെട്ടെന്ന് തന്നെ അറിയുവാൻ ഈ ബെൽ ഐക്കണും അമർത്തുക. നെയ്മറിന്റെ കരുത്തിൽ ബ്രസീൽ മുന്നോട്ട്. രക്ഷകനായി വീണ്ടും നെയ്മർ. മെക്സിക്കൻ പ്രതിരോധ കോട്ട തകർത്ത് ബ്രസീൽ. പ്രീ ക്വാർട്ടറിൽ വമ്പന്മാരുടെ വീഴ്ചകൾക്കിടെ കാനറികളുടെ ജയം 2-0. സൂപ്പർ താരം നെയ്മർ, റോബർട്ടോ ഫിർമീനോയും എന്നിവരാണ് വലകുലുക്കിയത്. തുടർച്ചയായ രണ്ടാം ലോകകപ്പിലും അവസാന എട്ടിലെത്താൻ ബ്രസീലിനായി. മെക്സിക്കൻ ഗോളി ഒച്ചോവയുടെ തകർപ്പൻ സേവുകളില്ലായിരുന്നെങ്കിൽ ബ്രസീൽ ജയത്തിന്റെ മാറ്റു കൂടിയേനെ. ടിറ്റെ 4-3-3 ശൈലിയിൽ ടീമിനെ ഇറക്കിയത്. മെക്സിക്കോയും സമാന ശൈലിയിൽ 3 സ്ട്രൈക്കർമാരെ അണിനിരത്തിയാണ് കളത്തിലിറങ്ങിയത്. രണ്ടാം മിനിറ്റിൽ ഗുവാഡോയുടെ ക്രോസ് ബ്രസീലിയൻ ഗോളി ആലിസൺ തട്ടിയകറ്റുന്നത് കണ്ടാണ് കളിക്ക് ജീവൻ വെച്ചത്. തൊട്ടു പിന്നാലെ നെയ്മർ 20 വാര അകലെ നിന്ന് തൊടുത്ത ഷോട്ട് മെക്സിക്കൻ ഗോളി ഒച്ചോവയുടെ രക്ഷപ്പെടുത്തി. ബ്രസീലിയൻ പ്രതിരോധത്തിന് ഏറെ തലവേദന സൃഷ്ടിച്ച മെക്സിക്കൻ സ്ട്രൈക്കർ ഹാവിയർ ലോസാനയുടെ മിന്നൽ നീക്കങ്ങളാണ്. മറുവശത്ത് നിലവിൽ ഒരു മഞ്ഞ കാർഡ് കണ്ടിരിക്കുന്നതിനാൽ നെയ്മറും കുട്ടിഞ്ഞയും കൂടുതൽ സൂക്ഷിച്ചാണ് കളിച്ചത്. ബ്രസീലിയൻ മുന്നേറ്റങ്ങളെ ഇത് ഒരു പരിധിവരെ ബാധിക്കുകയും ചെയ്തു. 25-ാം മിനിറ്റിൽ നെയ്മറിന്റെ ഒറ്റയാൻ മുന്നേറ്റം കാലറികളെ ആവേശഭരിതമാക്കിയെങ്കിലും ഒച്ചോവയുടെ ഹീറോയിസത്തെ മറികടക്കാനായില്ല. 32-ാം മിനിറ്റിൽ കുട്ടിഞ്ഞോ ജീസസ് മുന്നേറ്റം ഒച്ചോവയെ തട്ടിത്തെറിച്ചു. രണ്ടാം പകുതിയിൽ കൂടുതൽ ആസൂത്രണത്തോടെ നീങ്ങുന്ന മഞ്ഞപ്പടയെയാണ് കണ്ടത്. 51-ാം മിനിറ്റിൽ ബ്രസീൽ കാത്തിരുന്ന നിമിഷം വന്നെത്തി. അതും നെയ്മറിന്റെ ബൂട്ടിൽ നിന്ന്. ബോക്സിന് പുറത്തുനിന്നും വില്യൻ നൽകിയ മനോഹര ക്രോസ് ഗോളിയെ ഒച്ചോവയെ മറികടന്നപ്പോൾ പാഞ്ഞെത്തിയ നെയ്മർ കൃത്യമായി വലയിലേക്ക് ചെയ്യും. മനോഹരമായ ഫിനിഷിംഗ്. ബ്രസീൽ 1-0 ഗോളിന് പിന്നിലായതോടെ മെക്സിക്കോ കുറച്ചുകൂടി പരുക്കനായി കളി തുടങ്ങി. അതോടെ കാർഡുകളും കൂടുതലായി റഫറി പ്രയോഗിച്ചു തുടങ്ങി. 59-ാം മിനിറ്റിൽ ലീഡ് ഉയർത്താനുള്ള അവസരം ബ്രസീലിന് ലഭിച്ചതാണ്. വില്യൻ നൽകിയ ക്രോസ് പൗളിഞ്ഞോ കൗതുകമായി ലക്ഷ്യത്തിലേക്ക് തൊടുത്തുവെങ്കിലും ഒച്ചോവ ഇത്തവണ തകരുകയായിരുന്നു. അവസാന മിനിറ്റുകളിൽ ഫിർമീനോയും വലകുലുക്കിയതോടെ ബ്രസീൽ പടയോട്ടം പൂർത്തിയായി. ക്വാർട്ടർ ഫൈനലിലേക്ക് ബ്രസീൽ മുന്നേറി. ബെൽജിയം ആയിരിക്കും ക്വാർട്ടർ ഫൈനലിൽ ബ്രസീലിന് എതിരാളി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.